വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഉള്ളി പക്കോട തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ്: സവാള 2 നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കടലമാവ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഉപ്പുപൊടി പാകത്തിന്, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉള്ളി പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല, കുറഞ്ഞാലും നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാളയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനും സവാളയിലെ വെള്ളം ഇറങ്ങാനും വേണ്ടി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1/4 ടീസ്പൂൺ കായം, എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. സവാളയുടെ വലിപ്പത്തിനനുസരിച്ച് ചേർക്കുന്ന പൊടികളിൽ വ്യത്യാസം വരാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയോ സാധാരണ മുളക് പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല റെഡിഷ് കളർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ഈ സമയത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ പക്കോട തയ്യാറാക്കാനുള്ള മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി, എണ്ണ ചൂടായതിനു ശേഷം പക്കോടയ്ക്കുള്ള മിക്സ് കുറച്ച് വീതം കയ്യിലെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. കൈ ഒന്ന് നനച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ അധികം മാവ് ഒട്ടിപ്പിടിക്കുകയില്ല. സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.